ലാൻഡ് റോവറിന്റെ പ്ലാറ്റ്ഫോമിൽ നിർമ്മിക്കുന്ന ഒരു ഇന്ത്യൻ വെഹിക്കിൾ ഉണ്ട്. ആനപ്പാറ ഒരു സാധാരണ കാറിന് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പോലും കയറിപ്പോയ ഒരു വെഹിക്കിൾ ഉണ്ട്. സോ വെൽക്കം ടു 26 cars. Today we are talking about Harrier. 2019 ഹാരിയറിനെ ടാറ്റ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നത്. കൃത്യം അതിന്റെ ഒരു വർഷം മുന്നേ തന്നെ നമുക്ക് കോൺസെപ്റ്റ് മോഡലായിട്ടുള്ള H5X ഷോക്കേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊരു കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഇല്ലാണ്ട് തന്നെയാണ് നമുക്ക് ഹാരിയർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. H5X ഷോക്കേസ് ചെയ്ത സമയത്ത് ഇതൊരു ടാറ്റയുടെ കാർ തന്നെയാണോ എന്ന് പോലും ആൾക്കാർക്ക് സംശയം ഉണ്ടായിരുന്നു. കാരണം ടാറ്റയിൽ ഒരു വലിയൊരു ഇംപ്രൂവ്മെന്റ് വന്നത് ടാറ്റ ആര്യ വന്ന സമയത്തായിരുന്നു. അതിന്റെ അപ്ഡേറ്റഡ് മോഡലായിട്ടുള്ള ഹെക്സ വന്നതിന് ശേഷം നമുക്ക് ഇത്രയ്ക്കും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ടാറ്റയുടെ വെഹിക്കിൾ വന്നിട്ടുണ്ടായിരുന്നില്ല. ഹാരിയർ ബിൽഡ് ചെയ്തിട്ടുള്ളത് ലാൻഡ് റോവറിന്റെ പ്ലാറ്റ്ഫോമിലാണെങ്കിലും അത് എൻറ്റയർലി ലാൻഡ് റോവറിന്റെ പ്ലാറ്റ്ഫോം ആയിരുന്നില്ല. ടാറ്റ അത് റീ എഞ്ചിനീയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വെഹിക്കിളിന് സ്പെസിഫിക് ആയിട്ട് റീഡിസൈൻ ചെയ്ത പ്ലാറ്റ്ഫോമിലാണ് ഹാരിയർ ഉണ്ടാക്കിയിട്ടുള്ളത്. ലാൻഡ് റോവർ D8 പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്ന വെഹിക്കിൾസ് ഏതൊക്കെയെന്ന് നോക്കുകയാണെങ്കിൽ റേഞ്ച് റോവർ ഇവോക്ക്, അതുപോലെ ഡിസ്കവറി സ്പോർട്ട്, പിന്നെ ജാഗ്വറിന്റെ E-Pace ഒക്കെയാണ് ഈ പ്ലാറ്റ്ഫോം ഷെയർ ചെയ്യുന്നത്. അതേ പ്ലാറ്റ്ഫോം തന്നെയാണ്, പക്ഷെ കുറച്ച് ചേഞ്ചസ് വരുത്തിയ ഒരു പ്ലാറ്റ്ഫോമാണ് ഹാരിയറിൽ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ടാറ്റ അതിന് ഒമേഗ ആർക്ക് പ്ലാറ്റ്ഫോം എന്നും പേരിട്ടു. കോൺസെപ്റ്റ് വെഹിക്കിളിന് H5X എന്നാണ് പേരുണ്ടായിരുന്നെങ്കിലും പ്രൊഡക്ഷൻ മോഡലിലേക്ക് വന്നപ്പോൾ ടാറ്റ ഹാരിയർ എന്നാണ് പേരിട്ടത്. പക്ഷെ കാറുകളെ പറ്റി അറിയണവർക്ക് അറിയാം, 1997 മുതൽ ഇതേ പേരിൽ ടൊയോട്ട വെഹിക്കിൾ ഇറക്കുന്നുണ്ട്. അത് ഗ്ലോബൽ മാർക്കറ്റ്സിൽ ആ വെഹിക്കിൾ ഇപ്പോഴും അവൈലബിൾ ആണ്. കൂടാതെ ടൊയോട്ട ചില ഇന്റർനാഷണൽ മാർക്കറ്റ്സിലൊക്കെ അതിന് ട്രേഡ് മാർക്ക് എടുത്തിട്ടുണ്ട്, പക്ഷേ ഇന്ത്യയിൽ എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ടാറ്റ ഹാരിയർ എന്നുള്ള പേര് ആദ്യം തന്നെ ട്രേഡ് മാർക്ക് ഇന്ത്യയിൽ എടുത്തു. അപ്പോൾ ഡൊമസ്റ്റിക് ട്രേഡ് മാർക്ക് ടാറ്റയ്ക്ക് സേഫ് ആണ്. ഇതേ വെഹിക്കിൾ ടാറ്റ നേപ്പാളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അവിടെ പക്ഷേ ഹാരിയർ എന്നുള്ള പേര് യൂസ് ചെയ്തിട്ടില്ല. ടാറ്റ H5 എന്നുള്ള പേരിലാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ഹാരിയർ അവിടെ കിട്ടുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്റർനാഷണൽ മാർക്കറ്റ്സിലും പല ഏഷ്യൻ കൺട്രീസിലും ടൊയോട്ടക്ക് ഈ ട്രേഡ് മാർക്ക് ഉള്ളതുകൊണ്ട് കൂടി തന്നെ ടാറ്റ ചിലപ്പോൾ ഈ പേര് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പല കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ടാറ്റ ഹാരിയർ എന്നുള്ള പേര് ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് കൊടുത്തിട്ടില്ല. ഹാരിയറിൽ വരുന്നത് ഒരു 2 ലിറ്റർ ഫിയറ്റ് സോഴ്സ്ഡ് മൾട്ടിജെറ്റ് ഡീസൽ എഞ്ചിനാണ്. ഈ എഞ്ചിൻ തന്നെ ഹാരിയറിന്റെ പല കോമ്പറ്റീറ്റേഴ്സിലും ഉണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ MG ഹെക്ടറും അതുപോലെ ജീപ്പ് കോമ്പസിലൊക്കെ ഈ സെയിം എഞ്ചിൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എന്നിരുന്നാലും ഹാരിയർ ആദ്യം വന്ന സമയത്ത് അത് പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് 140 HP അതുപോലെ 350 Nm ടോർക്ക് ആയിരുന്നു. കോമ്പറ്റീറ്റേഴ്സ് 170 HP പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഹാരിയറിൽ ടാറ്റ ഡീട്യൂൺ ചെയ്തിട്ടാണ് ഈ എഞ്ചിൻ കൊടുത്തിട്ടുണ്ടായത്. പക്ഷേ ഹാരിയറിന്റെ BS6 അപ്ഡേറ്റ് വന്നപ്പോൾ അത് ടാറ്റ വീണ്ടും ട്യൂൺ ചെയ്ത് അത് 170 HP ആക്കി. അതേ വർഷം തന്നെയാണ് ഓട്ടോമാറ്റിക് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 2026 വരെ പെട്രോൾ എഞ്ചിൻ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ടാറ്റ പെട്രോൾ എഞ്ചിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഒരു 1.5 ലിറ്റർ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിനാണ്. അതും 170 HP തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. EV-യിൽ ഒരിക്കലും ഈ പറഞ്ഞ ഒമേഗ ആർക്ക് പ്ലാറ്റ്ഫോം അല്ല യൂസ് ചെയ്യണത്. EV സ്പെസിഫിക് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ആണ് യൂസ് ചെയ്യണത്. ഈ ഹാരിയർ EV ആണ് ഒരു സാധാരണ വെഹിക്കിൾ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആനപ്പാറ കയറി പ്രൂവ് ചെയ്തത്. ആനപ്പാറ കയറാൻ ഒരു ഹൈലി കാപ്പബിൾ ആയിട്ടുള്ള ഒരു വണ്ടി മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അതിന് പറ്റിയ ഒരു ഡ്രൈവറും കൂടെ വേണം. അതുകൊണ്ട് തന്നെ ടാറ്റ സെലക്ട് ചെയ്തത് ഒരു വണ്ടി പ്രാന്തനും ഓഫ് റോഡ് പ്രാന്തനും അതുപോലെ 2024 റെയിൻ ഫോറസ്റ്റ് ചലഞ്ച് ചാമ്പ്യനായ ഡോക്ടർ ഫഹദ് ഖാനെയാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ആളുടെ ഒരു സ്കില്ലും ഈ വണ്ടിയുടെ കാപ്പബിലിറ്റിയും കൂടി ഒത്തുചേർന്നിട്ടാണ് സത്യം പറഞ്ഞ ആനപ്പാറ ടാറ്റ ഹാരിയർ EVക്ക് നിഷ്പ്രയാസം കയറാൻ സാധിച്ചത്.